ഇതാണ് മുൻ പ്രസിഡന്റ് ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ പേരിൽ രാമേശ്വരത്തുള്ള സ്മാരകം. ധനുഷ്കോടിയിൽ നിന്ന് ഞങ്ങൾ നേരെ പോകുന്നത് രാമേശ്വരത്തുള്ള രാമേശ്വരം ടെമ്പിളിലേക്കാണ്. ഈ ടെമ്പിളിൻ്റെ അടുത്തേക്കുള്ള റോഡുകളിലൊക്കെ ഭയങ്കര ബ്ലോക്ക് ആയത് കാരണം ഞങ്ങൾ വണ്ടി ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട് നടന്നാണ് പോയത്. ഇതാണ് രാമേശ്വരം രാമസ്വാമി ക്ഷേത്രം. ഈ അമ്പലത്തിന് മൊത്തത്തിൽ 5 ഗോപുരങ്ങളാണ് ഉള്ളിലുള്ളത്. ചുറ്റിനും 4 ഗോപുരവും പിന്നുള്ളത് ഒരു രാജഗോപുരവും. രാജഗോപുരമാണ് ഇതിൽ ഏറ്റവും ഹൈറ്റ് ഉള്ളത്. പിന്നെ ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്നുള്ളത് 1212 പില്ലേഴ്സ്, അതായത് തൂണുകൾ ആണ് ഈ അമ്പലത്തിനുള്ളിലുള്ളത്. ശ്രീരാമൻ ഇവിടെ വെച്ച് രാമരാവണ യുദ്ധത്തിൽ താൻ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ പാപങ്ങൾക്ക് പരിഹാരത്തിന് വേണ്ടി ശിവനോട് പ്രാർത്ഥിച്ചു. അങ്ങനെ ശ്രീരാമൻ്റെ ഈശ്വരൻ എന്ന അർത്ഥത്തിലാണ് ഇതിന് രാമേശ്വരം എന്ന് പേര് വന്നത്. ഈ രാമസ്വാമി ക്ഷേത്രം എന്നത് ഒരു ശിവക്ഷേത്രമാണ്. വിഷ്ണുവിൻ്റെ അവതാരമായ ശ്രീരാമൻ പ്രതിഷ്ഠ നടത്തിയ ശിവക്ഷേത്രമായതിനാൽ ശൈവരും വൈഷ്ണവരും ഒരേപോലെ ഈ ക്ഷേത്രത്തിൽ കണ്ടുവരുന്നു. രാമസ്വാമി ക്ഷേത്രം ഇന്ത്യയിലെ മഹത്തായ ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ ഒന്നായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ഇടനാഴികളുള്ള ക്ഷേത്രം എന്ന പേരിലും ഈ ക്ഷേത്രം പ്രസിദ്ധമാണ്. ഇവിടുത്തെ ഓരോ പില്ലറുകളിലും എന്തെങ്കിലുമൊക്കെ ശില്പങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ മേളിൽ നല്ല മനോഹരമായ ചിത്രങ്ങളാണ് വരച്ചു വെച്ചിരിക്കുന്നത്. ഈ ഇടനാഴി നോക്കിക്ക് എന്ത് നീളത്തിലാണെന്ന്. ഇതുപോലെ 4 വശത്തേക്ക് നല്ല നീട്ടത്തിലാണ് ഇടനാഴി ഉള്ളത്. വേറൊന്ന് അതിശയം തോന്നിക്കുന്നത് വെച്ചാൽ ഓരോ തൂണിലും അങ്ങറ്റം വരെ എല്ലാ ഇടനാഴിയിലും എന്തെങ്കിലും ശില്പങ്ങൾ കാണും. അതുപോലെ മേളിലും അത് ഒത്തിരി ചിത്രങ്ങൾ കണ്ടാലും നമുക്ക് മതിയാവില്ല. കണ്ട ചിത്രങ്ങളൊക്കെ നമ്മൾ മറന്നു പോവുകയും ചെയ്യും. അതിനും മാത്രം ചിത്രങ്ങളാണ് അവിടെ വരച്ചു വെച്ചിരുന്നത്. ശരിക്കും അതിശയം തോന്നിക്കും, അത്രയ്ക്ക് മനോഹരം. ഞങ്ങളിവിടെ വന്നതൊരു ഉച്ചയോടുകൂടി ആയത് കാരണം ഇവിടെ അമ്പലത്തിൻ്റെ നട അടച്ചിരിക്കുകയായിരുന്നു. അത് കാരണം വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. അത് കാരണം വളരെ സാവകാശം എല്ലാം വ്യക്തമായിട്ട് കാണാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. ഞാൻ ഈ അമ്പലത്തിൽ വരുന്നത് 2ാമത്തെ തവണയാണ്. ആദ്യം വന്നപ്പോൾ നടയൊക്കെ തുറന്നത് കൊണ്ട് അതൊക്കെ കാണാൻ കഴിഞ്ഞു. ഈ കാണുന്നതാണ് ഇവിടുത്തെ അമ്പലക്കുളം. ഇവിടെ വിശ്വാസികൾ വന്ന് തലയിൽ കൂടി വെള്ളം കോരി ഒഴിച്ച് പിന്നെ നടയിൽ പോയി പ്രാർത്ഥിക്കുകയാണ് ചെയ്യാറ്.